ഹലോ നമസ്കാരം, ദിസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിലുള്ള കമ്പനിയാണ്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ നോക്കുമ്പോൾ ഓവറോളായിട്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി ഈ ബാങ്കിങ് സെക്ടറിലെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. പക്ഷേ അതല്ലാതെ ഈ കോവിഡും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ബാങ്കിങ് സെക്ടർ, അതിൽ തന്നെ പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള കുറേ കമ്പനികൾ ഇപ്പോൾ അത് റിക്കവറായിട്ട് അതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് വരാൻ തുടങ്ങുന്നൊരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു കമ്പനീനെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഇന്നല്ല, ഒരു 2 മാസങ്ങളായി. അപ്പോൾ ആ കമ്പനീനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഉണ്ടാക്കാറുള്ളത്, ഏതൊരു കമ്പനിയെക്കുറിച്ച് ഏതൊരു കമ്പനിയിലും ഞാൻ എൻ്റെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണോ ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുന്നത് ആ രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. മനസ്സിലായല്ലോ? കാരണം ഒരു ഇക്വിറ്റി ട്രേഡർ ആണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങളൊരു കുറച്ചൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇക്വിറ്റി ട്രേഡർ ആണെങ്കിൽ, ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ആരുമല്ല, ബേസിക്കലി ട്രേഡേഴ്സാണ് നമ്മളെല്ലാവരും. അപ്പം അതിൽ ഇക്വിറ്റി ട്രേഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ക്ഷമ അല്ലെങ്കിൽ പിന്നെ പേഷ്യൻസ് ലെവൽ, ഇത് രണ്ടും നിങ്ങൾക്ക് വേണം ബേസിക്കലി. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ, നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, എൻ്റെ റെക്കമെൻഡേഷനാണ്, നിങ്ങൾ കണക്കൂട്ടും വേണ്ട. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മിനിമം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ആ കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. അവിടെയാണ് നിങ്ങളുടെ ഈ ക്ഷമേൻ്റെയും പേഷ്യൻസിൻ്റെയും തുടക്കം തന്നെ. ബാക്കിയൊക്കെ പിന്നെയല്ലേ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കൂ. കാരണം നമുക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റണം ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത് പുതുതായിട്ട്, ഇതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഈ വീഡിയോന്. ഓക്കെ, അപ്പം വിത്ത് ദിസ് നോട്ട്, നമുക്ക് ഇന്നത്തെ കമ്പനിയുടെ പേരെന്താണ്, RBL ബാങ്ക് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ RBL ബാങ്കിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, ഇത് മൂന്നും നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം RBL ബാങ്കിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ എന്തെങ്കിലും ടാർഗറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇങ്ങനെ മൂന്നിനെയും കൊളാബറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഹോൾഡിംഗ് പവർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹോൾഡിംഗ് കൺവിക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ബേസിക്കലി. അപ്പോൾ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഞാൻ ഈ RBL ബാങ്കിനെ ഇപ്പോൾ ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ അഡ്വാൻസസ് നോക്കിക്കഴിഞ്ഞാൽ 20% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. FY20 മുതൽ FY24 വരെയുള്ള കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 20% YOY ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 37% YOY ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, 37%. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ബാങ്കിലുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1:1 എന്ന റേഷ്യോയിലും, അതേപോലെ തന്നെ PE റേഷ്യോ 13 എന്ന റേഷ്യോയിലുമാണ് ഉള്ളത്. ഇപ്പം അങ്ങനെ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ പ്ലസ് നെറ്റ് പ്രോഫിറ്റിലുള്ള നമ്മുടെ എന്താ പറയുക, ആ ഒരു 37% നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടായി. PBയും PEയും ഈ രീതിയിലൊക്കെയാണുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ലോവർ വാല്യുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഈ ലോവർ വാല്യുവേഷനിൽ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. കാരണം അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് ഏകദേശം 89-90% ഈ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇത്രയും നല്ലൊരു ബാങ്കാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല. കാരണം ചാർട്ട് പാറ്റേൺ നേരെ തിരിച്ചാണ് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ രീതിയിലാണ് ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, അങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എങ്കിൽ ഇതിൻ്റെ ചാർട്ട് പ്രൈസ് ഇവിടെയല്ല, ഇതിന് ഒരുപാട് മുകളിലാണ് ഇപ്പോൾ വേണ്ടിയിരുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, എന്താണ് ഇതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. കാരണം എങ്ങനെയാണ് ഇത്രയും വലിയ ഫോൾ ഉണ്ടായത്? കാരണം ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ IPO വന്നതിന് ശേഷം 150% നമ്മുടെ ആ IPO ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയൊരു സ്റ്റോക്കാണത്. അപ്പോൾ അത്രയും നല്ല റിട്ടേൺസ് വന്നിട്ട് പിന്നെയാണ് താഴേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺ നമുക്ക് ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പം അതിൽ എന്താണ്, അപ്പം അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവണം നമുക്ക് അതിൻ്റെ ബിസിനസ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് ബാങ്കിങ്ങിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ അടുത്ത് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു അല്ലേ, നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ കൊടുക്കുന്ന പൈസ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അത് ലോണായിട്ട് കൊടുക്കുന്നു, അതിന് ഇൻട്രസ്റ്റിൽ അവർ ഏർണിങ്സ് ഉണ്ടാക്കുന്നു. ഇതാണ് ബേസിക് ബാങ്കിങ്ങിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇവർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പാർട്ട് എവിടെയാണ്? ഈ ലോൺ കൊടുക്കുന്ന സമയത്തുള്ള റിസ്കിങ് പാർട്ടാണ് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇവർ മര്യാദയ്ക്ക് ഇവരുടെ ഒരു നമ്പേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഒരു ബാങ്കിങ് ബിസിനസ്സിന് പിടിച്ചേക്കാൻ പറ്റത്തില്ല. ലോൺ കൊടുക്കുന്ന പൈസ കറക്റ്റായിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ബാങ്കിങ്ങിന് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു നമ്പേഴ്സിലുള്ള മാറ്റങ്ങളും ഈ ഒരു ബാങ്കിനെ സെലക്ട് ചെയ്യാനുള്ള കാരണമാണ്. ഓക്കെ, അപ്പം അതിൽ
പിന്നെ ഈ സ്റ്റോക്ക് പ്രൈസ് എന്തുകൊണ്ട് താഴേക്ക് വന്നു, അതിൻ്റെ ന്യൂസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള RBL ബാങ്കിൻ്റെ ബിസിനസ് എന്താണ്? കോർപ്പറേറ്റ് ബാങ്കിങ്ങിലുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിലുണ്ട്, ബ്രാഞ്ച് ആൻഡ് ബിസിനസ് ബാങ്കിങ്ങിലുണ്ട്, റീറ്റെയിൽ അസറ്റ്സിലുണ്ട്, ട്രഷറി ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് കോർപ്പറേഷൻസിലും ഇവരുണ്ട്. ഇങ്ങനെയുള്ള 5 ടൈപ്പിലുള്ള ബിസിനസ്സാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവർക്കുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റോക്ക് പ്രൈസ് നേരത്തെ താഴേക്ക് വന്നത്, അത് നമുക്ക് നോക്കണം അല്ലേ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു? RBL CEO ക്ലാരിഫൈസ് ഓൺ ഇൻസൈഡർ ട്രേഡിംഗ് കേസ്, സേസ് സെബി ഡിഡ് നോട്ട് കോൺടാക്റ്റഡ് ദം. അപ്പോൾ എന്താണ് ഈ ഇൻസൈഡർ ട്രേഡിംഗ് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VG സിദ്ധാർത്ഥ, നമ്മുടെ കഫേ കോഫി ഡേയിൻ്റെ CEO ആയിരുന്നു VG സിദ്ധാർത്ഥ. ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കാണാതായ സമയത്താണ് ഈ ഒരു ട്രേഡിംഗ് ഇവിടെ നടന്നിരുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചാർട്ട് നമ്മൾ പോയി നോക്കണം. പിന്നെ രണ്ടാമത്തെ റീസൺ എന്താണ് അങ്ങനെ ചാർട്ട് പ്രൈസ് താഴേക്ക് വരാനുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരാനുള്ള റീസൺ എന്താണ്? കോവിഡാണ്. ഇങ്ങനെ 3 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇൻസൈഡർ ട്രേഡിംഗ് കേസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, അത് കണക്ട് ചെയ്തിരുന്നത് VG സിദ്ധാർത്ഥയുമായിട്ടായിരുന്നു. അതേപോലെ തന്നെ കോവിഡിൻ്റെ ഇമ്പാക്റ്റും. ഇതാണ് ബേസിക്കലി ആ അത്രയും വലിയൊരു 90% ഫോളുകൾ ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് RBLൻ്റെ ചാർട്ടാണ് ഇവിടെ കാണുന്നത് അല്ലേ. ഇത് ഇപ്പോൾ ജൂലൈ 2019 ഇത് ഭയങ്കരമായിട്ട് ഫോളോ ആവാൻ തുടങ്ങിയത് ഒന്ന് അല്ലേ. ഇനി നമുക്ക് നോക്കാം, അത് കഫേ കോഫി ഡേൻ്റെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കഫേ കോഫി ഡേ ആണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് കഫേ കോഫി ഡേ ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ, സെയിം 2019 ഇതാ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 2019 നമ്മുടെ സിദ്ധാർത്ഥ സാറിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ ഒരു കേസ് അവസാനിക്കുന്നതൊക്കെ ആ ഒരു സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കണക്ഷൻ? കഫേ കോഫി ഡേയും അതേപോലെ തന്നെ RBL ബാങ്കുമായിട്ടുള്ള കണക്ഷൻസ് എന്താണ്? ബിക്കോസ് ആ ഒരു സമയത്ത് സിദ്ധാർത്ഥ സാറിൻ്റെ പിന്നെ കൂടുതൽ ഹോൾഡിങ്സ് RBL ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായിരുന്നു ന്യൂസ് വന്നിരുന്നത്. അപ്പം ഈ സിദ്ധാർത്ഥജി ഇല്ല, ഏറ്റവും കൂടുതൽ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിനാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പാനിക്നെസ് മാർക്കറ്റിലുണ്ടായി, ഇത്രയും വലിയൊരു ഗ്യാപ് ഡൗണിൽ ഇത് തുറക്കുകയും ചെയ്തു. ഓക്കെ, പക്ഷേ കേസ് എന്തായിരുന്നു? കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂസിനെ മുതലെടുത്തുകൊണ്ട് ബാങ്കിലുള്ള കുറച്ച് എംപ്ലോയീസ് ഇതിൽ ഷെയർസിനെ അവർ സെല്ല് ചെയ്തിരുന്നു എന്നാണ് കേസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബാങ്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. ബേസിക്കലി ഇതായിരുന്നു കേസ്. അപ്പോൾ കുറച്ച് എംപ്ലോയീസ് എന്തോ അവിടെ ആ ഒരു സംഭവം ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, ഇതിൽ രണ്ടിലും സംശയത്തിലാണെന്ന് വെച്ചാൽ അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇതായിരുന്നു കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ്. ഇപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2019 ഇത് വന്നു, 2019 കഴിഞ്ഞിട്ട് അതൊന്ന് സോൾവായി വരുമ്പോഴത്തേനും പിന്നെ കോവിഡ് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ നല്ല എഫക്റ്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിക്കവറായി വരുന്ന ഒരു ബാങ്കാണ് RBL ബാങ്ക് എന്ന് പറയുന്നത്. എന്തൊക്കെ കേസാണെങ്കിലും ശരി, നിങ്ങളുടെ ഈ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബൈസ് 3.5% സ്റ്റേക്ക് ഇൻ RBL ബാങ്ക് ഫോർ 417 crore, 417 കോടി രൂപയ്ക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇതിനെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെറോദ, നമ്മുടെ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം, ഇവരും ഇതിനകത്ത് പിന്നെ നമ്മുടെ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അതിന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വ്യത്യാസമാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കേസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് റിക്കവറിയിലേക്ക് വന്നിട്ട് ഇത്രയും നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയ പിന്നെ എന്താ പറയുക രീതിയിൽ ഹ്യൂജ് ആയിട്ടുള്ള രീതിയിൽ ഈ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു? ബിക്കോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 15.57 മില്യൺ കസ്റ്റമർ ബേസ് വർക്കായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ 12.91 ആയിരുന്നു 2023 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2024 ആയപ്പോഴത്തേനും 15.57 മില്യൺ കസ്റ്റമർ ബേസ് ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബ്രാഞ്ചസ് ടോട്ടൽ ടച്ച് പോയിൻറ്റ് ഇപ്പോൾ 1817 ടച്ച് പോയിൻറ്റിൽ ഇവരുണ്ട്. ഇവരുടെ ബ്രാഞ്ചസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 545 ബ്രാഞ്ചസ് ഇവർക്കായി കഴിഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനത്തെ എന്താ പറയുക പിന്നെ അത്രയും റൂറലിലേക്ക് 66 ബ്രാഞ്ച് ഇവർക്കുണ്ട്. അതിൽ സെമി urban ഏരിയയിൽ 74 ബ്രാഞ്ച് ഉണ്ട്. അർബനിൽ മാത്രം 94 ബ്രാഞ്ചുകൾ ഇവർക്കുണ്ട്. മെട്രോ സിറ്റീസിൽ 311 ബ്രാഞ്ചുകൾ ഇവർക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബാങ്ക് വളരുന്നു. ഓക്കെ, ഒന്നാമത്തെ റീസൺ 15.57 മില്യൺ കസ്റ്റമർ ബേസ് വർക്കായി. രണ്ടാമത്തെ റീസൺ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അഡ്വാൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. കാരണം പിന്നെ ബാങ്കിൽ പിടിച്ചു നിൽക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞു ബാങ്കിൻ്റെ ബിസിനസ് എന്താണ്, ലോൺ, നമ്മൾ ബേസിക് ഡെപ്പോസിറ്റ് വാങ്ങി ലോൺ കൊടുക്കുക, ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം, റൈറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇവർ ശ്രദ്ധിക്കേണ്ട പാർട്ട് ഏതാണെന്ന് ഞാൻ പറഞ്ഞത്, ലോൺ കൊടുക്കുന്ന ഭാഗമാണ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ തന്നെ ഈ RBL ബാങ്കിൻ്റെ ഒരു മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് 2 ടൈപ്പിൽ ലോൺ കൊടുക്കുമല്ലോ, ഹോൾസെയിലായിട്ടും കൊടുക്കും, വലിയ രീതിയിലും കൊടുക്കും, റീറ്റെയിലും കൊടുക്കും അല്ലേ. അപ്പോൾ RBL ബാങ്ക് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? റീറ്റെയിൽ ലോൺ കൊടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഹോൾസെയിൽ രീതിയിൽ ലോൺ കൊടുക്കുമ്പോൾ അവിടെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. 2-3 വിജയമല്യേ വന്നാൽ മതി ഒരു ബാങ്ക് തീരാൻ.
ഓക്കെ. അപ്പം അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ലോണുകൾ കൊടുക്കാതെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പൈസകൾ ക്രെഡിറ്റ് കാർഡായിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള രീതികളിലൊക്കെ ആയിട്ട് മില്യൺസ് ഓഫ് ആളുകളിലേക്ക് ഇത് കൊടുക്കുമ്പോൾ എന്താവും, അവിടെ റിസ്ക് ഇവർക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നു. അഥവാ ഇനി അതിനകത്ത് ഒരു 5% എന്താ പറയുക 5% രീതിയിൽ അവർക്ക് റിസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ വാങ്ങിയാൽ കൊടുക്കത്തില്ല, ബാക്കിയൊക്കെ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. കാരണം എല്ലാവരുടെ അടുത്തും ഇപ്പോൾ പൈസയൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇന്ത്യ ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്, താഴേക്ക് പോകുന്ന കൺട്രി അല്ല. നമ്മുടെ സ്പെൻഡിങ് പവർ കൂടിക്കഴിഞ്ഞു അല്ലേ. ഒരു വീട്ടിൽ 1-2 ആൾക്കാരൊക്കെ ആദ്യം ഒരാൾ മാത്രമാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഇപ്പോൾ 2 പേര് 3 പേരൊക്കെ ജോലിക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ബേസിക്കലി. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് റീറ്റെയിലിൽ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ദ ബാങ്ക്. അപ്പോൾ റീറ്റെയിലിൽ ഇവർക്ക് നല്ല ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ട്. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഗ്രോത്താണ് ഇവിടെ കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് പോയിന്റ്. ഇവരുടെ മറ്റുള്ള ബിസിനസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ്സിൽ ഇവരുണ്ട്, അതേപോലെ തന്നെ പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്, മൈക്രോ ഫിനാൻസിങ്ങിലുണ്ട്, ബിസിനസ് ലോൺ ഇവർ കൊടുക്കുന്നുണ്ട്, ഹൗസിംഗ് ലോൺ ഇവർ കൊടുക്കുന്നുണ്ട്, റൂറൽ വെഹിക്കിൾ ഫിനാൻസിങ് അവർ ചെയ്യുന്നുണ്ട്, ദെൻ അതർ ഇൻക്ലൂഡിങ് ഗോൾഡ് ലോൺ ഇവർ കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? റീറ്റെയിൽ ആഗ്രി ലോൺ ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇവർ ലോണുകൾ കൊടുക്കുന്നത്. സോ സേഫസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്പോൾ ഈ ബാങ്ക് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ കാസ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ കാസ റേഷ്യോ ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് 35.2 ആണ്. ഇവിടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള സ്റ്റാൻസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. കാരണം അവർ 37 വരെ പോയ ഒരു സംഗതി ഉണ്ട്. അപ്പം അതിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ഉള്ള ചാൻസ് ഇവർക്കുണ്ട്. കാരണം അതിനുള്ള കാര്യങ്ങൾ ബാങ്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവർ റൂറൽ ഏരിയയിൽ മാത്രം 1,10,000 വില്ലേജസിൽ ഇവർ എത്തിക്കഴിഞ്ഞു. 405 ഡിസ്ട്രിക്ട്സിൽ ഇവരുണ്ട്. 21 സ്റ്റേറ്റ് ആൻഡ് 2 UTSലും ഇവരുണ്ട് അല്ലേ, യൂണിയൻ ടെറിട്ടറീസിലും ഇവരുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ റൂറൽ ഏരിയയിൽ ഇവരുടെ ഒരു പിടി ഇവർ ഉറപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എന്താ പറയുക മൊബൈൽ ബാങ്കിങ് സിസ്റ്റവും ഇവർക്കുണ്ട്. ഇവരുടെ ഞാൻ ഉപയോഗിക്കുന്ന ബാങ്ക് അല്ല കേട്ടോ ഇത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കാണ്, ഞാൻ ഉപയോഗിക്കുന്നത് HDFC ആണ്. അപ്പം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ എനിക്ക് തോന്നുന്നത്. സോ എവറിത്തിങ് ഈസ് ഗുഡ് ഐ ഗസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇതുവരെ അതിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഫണ്ടമെൻ്റൽ അനലൈസിസ് നമുക്ക് നോക്കണം. അപ്പോൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് 14,712 crore, എന്താ പറയുക അത്രയും ചെറിയൊരു കമ്പനിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറൻറ്റ് പ്രൈസ് 243 ആണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ താഴേക്ക് പോയി നോക്കാം. ഇവരുടെ PE റേഷ്യോ 12.6 എന്ന റേഞ്ചിൽ ഇപ്പോൾ നിൽക്കുകയാണ്. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇവരുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ പിയർ കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ PE റേഷ്യോ എന്ന് പറയുന്നത് 12.6 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളിവിടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.88 എന്ന രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബാങ്ക്സിൻ്റെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും എന്താ പറയുക നല്ല ഒരു വാല്യുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ. ബാക്കി നമ്മളെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ നോക്കണം, നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് മാർച്ച് 2021 ആണെങ്കിൽ സെയിം മന്ത് ഡിഫറെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ 2021 ആണെങ്കിൽ മാർച്ച് 2022, മാർച്ച് 2023, മാർച്ച് 2024 ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം 1965 കോടി രൂപ മാർച്ച് 2021, 2131 22, ദെൻ 2642, 3339 സൂപ്പർ ഗ്രോത്ത് ആണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 75, 198 കോടി രൂപ, 771 കോടി രൂപ, 353 കോടി രൂപ ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് പിന്നെ അവരുടെ ലോൺ കൊടുക്കുന്നത് തിരിച്ചു വരുന്നുണ്ടോ, പ്രോപ്പറാണോ കാര്യങ്ങളൊക്കെ അവിടെ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് NPA നമ്മൾ ചെക്ക് ചെയ്യണം എപ്പോഴും ബാങ്കിങ്ങിൽ. അപ്പോൾ NPA നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെറ്റ് NPA 0.8 നിന്നും 0.74 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് NPA 3.12 നിന്നും 2.65 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്, NPA അല്ലേ പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് അതിന് പറയുക. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് അത് എത്രയും കുറവ് വെക്കാൻ പറ്റുന്നുണ്ടോ ബാങ്കിന്, അത് ആ ബാങ്കാണ് ഏറ്റവും നല്ല ബാങ്ക് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം 4.4 എന്ന റേഞ്ചിൽ നിന്നും അല്ലെങ്കിൽ 5.4 എന്ന റേഞ്ചിൽ നിന്നും കുറച്ച് 2.65 എന്ന റേഞ്ചിൽ ഇവർ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ബാങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അവർ NPA കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് നന്നായിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാർക്കറ്റ് ഫോൾ ഉണ്ടായത് എന്താണെന്ന് ഞാൻ കാരണം പറഞ്ഞു. അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ല ഇതുവരെ. എന്താണ് ഇപ്പോൾ ബാങ്ക് അതിന് വേണ്ടി ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിസൾട്ടൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാം.
പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 879 കോടി രൂപ റവന്യൂവിൽ തുടങ്ങി അത് 12,394 കോടി രൂപ ആയിട്ട് മാറിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 93 കോടി രൂപയിൽ തുടങ്ങി 1,168 എന്ന രീതിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് മാറിയിട്ടുണ്ട്. ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. അതേപോലെ തന്നെ റിസർവ് നമ്മൾ നോക്കുമ്പോൾ റിസർവിൽ 14,191 കോടി രൂപ റിസർവ്, ഹയസ്റ്റ് എവർ റിസർവ് ഇവർക്കുണ്ട് ഇപ്പം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ CWIP ഫിക്സഡ് അസറ്റ് ഒന്നും ബാങ്കിൽ അത്രയൊന്നും കൂടത്തൊന്നുമില്ല, എന്നാലും 525 കോടി രൂപ. പിന്നെ കാരണം ഒരു ബ്രാഞ്ചൊക്കെ പുതിയ സ്ഥലത്തേക്ക് വരണമെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും അല്ലേ, വെറുതെ ഒന്നും വരുന്നതല്ലല്ലോ. അപ്പോൾ 525 കോടി രൂപയാണ് പിന്നെ ഇവർ ഫിക്സഡ് അസറ്റായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നൈസ്. ദെൻ നിങ്ങൾ നോക്കുമ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ FIIസിൻ്റെ കയ്യിൽ 28.47%, DISൻ്റെ കയ്യിൽ 20.28%, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 0.42% ആണ് കാണിക്കുന്നത്. പബ്ലിക്കിൻ്റെ കയ്യിൽ 50% ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ആക്ച്വലി ഇത് 50% ആണോ? അപ്പം 50% പബ്ലിക്കിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഇച്ചിരി പ്രശ്നം തന്നെയാണ്. ഒരു നല്ല റേഞ്ച് എന്നൊക്കെ പറയുന്നത് 25-30 ആണെങ്കിൽ നല്ല റേഞ്ച് എന്നൊക്കെയാണ് ഞാൻ പറയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ പിന്നെ 50% ഉണ്ട്. അത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ച് ബാക്കിയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഈ ഒരു നമ്പേഴ്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എവറിത്തിങ് ഇസ് ഗുഡ്. പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് 32% മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ മറ്റുള്ള ആൾക്കാരുടെ കയ്യിലാണത്. FPI, ബോഡി കോർപ്പറേറ്റ്സ്, NRIs, ഫോറിൻ കോർപ്പറേറ്റ്സ്, ഇൻഡിവിജ്വൽസ് ഇവരുടെ കയ്യിലൊക്കെയാണ് ബാക്കിയുള്ളത്. പക്ഷേ 32% ആണ് നമ്മുടെ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ കയ്യിലുള്ളത്. അപ്പോൾ 50% ഇല്ല, 32% ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ 32.5% ആണ് ഇപ്പോഴത്തെ രീതിയിൽ. ഓക്കെ, സേഫർ സൈഡിലാണ് ഈ ബാങ്ക് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ നമ്പേഴ്സിൽ എവറിത്തിങ് ഈസ് ഗുഡ്, ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് നോക്കണം? നമുക്ക് ആ ഒരു ഷെയർ പ്രൈസിൻ്റെ ഫോൾ ഉണ്ടാവാനുള്ള റീസണിൽ ബാങ്ക് എന്താണ് അതിനു വേണ്ടി ചെയ്തത് അത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. RBI അപ്രൂവ്സ് അപ്പോയിൻമെൻറ്റ് ഓഫ് R. Subramaniakumar ആസ് MD ആൻഡ് CEO ഓഫ് RBL ബാങ്ക്. ഓക്കെ, ഇദ്ദേഹത്തിന് 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. He has worked in with many renowned public sector bank. He was an executive director at Indian Bank, Indian Overseas Bank. He also held the position of managing director and CEO of Indian Overseas Bank. ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ട് വന്ന ആളായിരുന്നു നമ്മുടെ R. Subramaniakumar. അദ്ദേഹത്തിനെയാണ് നമ്മുടെ ഈ ബാങ്ക് CEO ആയിട്ട് ഇവിടെ നിയമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണിത്. സോ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ ബാങ്കിൽ ഉണ്ടായി തുടങ്ങിയത്. സോ അതായിരുന്നു നമ്മുടെ ന്യൂസും. ആ ന്യൂസിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള വാല്യൂ ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇന്ത്യ ഗ്രോ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ. ഇപ്പോൾ ഇന്ത്യയും ചൈനയും ആയിരിക്കും 2023-24 ഏറ്റവും കൂടുതൽ GDPയിൽ കോമ്പൻസേറ്റ് കൊടുക്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ രാജ്യം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എവറിത്തിങ് ഇസ് ഗുഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഇനി നമുക്കതിൻ്റെ പിന്നെ ബാക്കിയുള്ള ചാർട്ട് പാറ്റേണിൽ നമ്മളൊന്ന് പോവാം. ചാർട്ട് പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിനി ഡബിൾ ചാർട്ട് വേണ്ട, നമുക്കിത് സിംഗിൾ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ ഇവിടെ ഫോം ആയിട്ട് അതിൻ്റെ ബ്രേക്കൗട്ടൊക്കെ തന്ന് പിന്നെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, താഴേക്ക് വന്നിട്ട് ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഹൈറ്റ് ഞാനൊന്ന് അളന്നിട്ട് ഇങ്ങനെ മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം കേട്ടോ. നമുക്ക് ഒരുപാട് സമയം പിന്നെ ഇത് വേസ്റ്റ് ആകും. അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ടാർഗറ്റ് കിട്ടി. ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 71% ടാർഗറ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 71% എന്ന് പറയുമ്പോൾ 422 എന്ന റേഞ്ചാണ് പ്രൈസിൽ വരുമ്പോൾ നോക്കുന്നത്. ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ, ഇതെൻ്റെ പേഴ്സണൽ ടാർഗറ്റാണ്. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇവിടെ ഒരു ടാർഗറ്റ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അതിനേക്കാളും കുറച്ചുകൂടെ താഴെയാണ്. ഈ ഒരു അവിടം വരെ പ്രൈസ് എത്തിയില്ലെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു പിന്നെ എന്താ പറയുക ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ടാർഗറ്റ് നമുക്ക് നോക്കാം. ആ ഷോർട്ട് ടേം ടാർഗറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 44% എന്ന ടാർഗറ്റിലേക്കും എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെൻ്റെ ഒന്നാമത്തെ ടാർഗറ്റായിട്ട് ഞാൻ കൂട്ടും 361 എന്ന ലെവൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാർഗറ്റായിട്ട് മാത്രമേ ഇതിനെ ഞാൻ കണക്ക് കൂട്ടുള്ളൂ 422 എന്ന ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ലേൺ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം അതൊക്കെ വായിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ദെൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് പോയി ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ബൈ.